രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ വിദ്വേഷ പ്രസംഗകർ നിറഞ്ഞാടുന്ന പശ്ചാത്തലത്തിൽ കർണാടകയിലെ സിദ്ധരാമയ്യ സർക്കാർ വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെ ബിൽ പാസാക്കിയത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. വിദ്വേഷവും വെറുപ്പും പകയുമെല്ലാം പ്രസരിപ്പിക്കുന്ന വർഗീയവാദികളുടെ അറപ്പിക്കുന്ന കുപ്രസംഗങ്ങൾക്ക് കുപ്രസിദ്ധി നേടിയ രാജ്യമെന്ന നിലയ്ക്ക് കർണാടക സർക്കാർ പാസാക്കിയ വിദ്വേഷ പ്രസംഗ വിരുദ്ധ ബില്ലിനെ നമ്മളും മാതൃകയാക്കേണ്ടതല്ലേ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. രാജ്യത്ത് ഇതാദ്യമായിട്ടാണ് ഒരു സംസ്ഥാന സർക്കാർ വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെ ബില്ല് പാസാക്കിയിരിക്കുന്നത്. ഈ ബില്ലിൽ വിദ്വേഷ പ്രസംഗത്തിൻ്റെ പരിധിയിൽ വരുന്നതായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം. അത് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. സമുദായങ്ങൾക്കോ വർഗങ്ങൾക്കോ വ്യക്തികൾക്കോ എതിരെ വെറുപ്പും ശത്രുതയും സൃഷ്ടിക്കാനുള്ള ഉദ്ദേശത്തോടെ വാക്കുകളിലൂടെയോ അടയാളങ്ങളിലൂടെയോ ദൃശ്യരൂപങ്ങളിലൂടെയോ ആശയവിനിമയം നടത്തുന്നത് വിദ്വേഷ പ്രസംഗത്തിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ നിയമം ലംഘിക്കുന്നവർക്ക് 7 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയുമാണ് ബില്ല് വ്യവസ്ഥ ചെയ്യുന്നത്. വാക്കുകൾ ആയുധങ്ങളാകുന്ന പ്രസംഗങ്ങൾ കലാപങ്ങൾക്ക് തിരികൊളുത്തുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെയാണ് സിദ്ധരാമയ്യ സർക്കാർ കൈക്കൊണ്ട വിപ്ലവകരമായൊരു തീരുമാനം പ്രസക്തമാകുന്നത്. രാജ്യത്ത് ആദ്യമായിട്ട് വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെ ഹെയ്റ്റ് സ്പീച്ചിനെതിരെ കർശനമായിട്ടുള്ളൊരു നിയമം കർണാടക സർക്കാർ പാസാക്കിയിരിക്കുന്നു. എന്താണ് അതിൻ്റെ പ്രത്യേകത? എന്തുകൊണ്ടാണ് BJP ആ നിയമത്തെ നഖശികാന്തം എതിർക്കുന്നത്? കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഇതിൽ നിന്ന് എന്ത് പാഠമാണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ്. ആദ്യം നമുക്ക് ഈ ബില്ലിൻ്റെ ഉള്ളടക്കത്തിലേക്കൊന്ന് വരാം. കേവലം ഒരു പ്രസംഗം നടത്തിയാൽ കേസെടുക്കുമെന്നതല്ല ഇത്. ഇതിന് വ്യക്തമായിട്ടുള്ളൊരു നിർവചനമുണ്ട്. ജാതി, മതം, വർഗം എന്നിവയുടെ പേരിൽ ഒരു വ്യക്തിക്കോ സമൂഹത്തിനോ എതിരെ വെറുപ്പും ശത്രുതയും പടർത്തുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന ഏത് ആശയവിനിമയവും, അത് വാക്കുകളാകാം, എഴുത്താകാം, സാമൂഹ്യ മാധ്യമങ്ങളിലെ പോസ്റ്റുകളാകാം, എന്തിന് ആംഗ്യങ്ങൾ പോലുമാകാം, അതെല്ലാം ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നു. ശിക്ഷ നിസ്സാരമല്ല. കുറ്റം തെളിയിക്കപ്പെട്ടാൽ 7 വർഷം വരെ തടവും 1 ലക്ഷം രൂപ പിഴയുമാണ് സിദ്ധരാമയ്യ സർക്കാർ വിഭാവനം ചെയ്യുന്നത്. ആഭ്യന്തരമന്ത്രി G. പരമേശ്വര നിയമസഭയിൽ പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് ആരെയും അടിച്ചമർത്താനല്ല, മറിച്ച് ഭരണഘടന ഉറപ്പു നൽകുന്ന സമാധാനമായി ജീവിക്കാനുള്ള അവകാശം സംരക്ഷിക്കാനാണ് എന്നാണ്. കർണാടകയിൽ ഇങ്ങനെയൊരു നിയമം വരണമെങ്കിൽ അതിനൊരു കൃത്യമായിട്ടുള്ളൊരു പശ്ചാത്തലമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. കഴിഞ്ഞ BJPയുടെ ഭരണകാലം നമ്മളൊന്ന് ഓർത്തെടുക്കേണ്ടതുണ്ട്. എന്തൊക്കെയായിരുന്നു ഹിജാബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ? ഹിജാബ് വിവാദം, ഹലാൽ വിവാദം, പാഠപുസ്തക പരിഷ്കരണം, സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും വിദ്വേഷ പ്രസംഗകർ അഴിഞ്ഞാടുകയായിരുന്നു. തീരദേശ കർണാടക എന്ന് പറയുന്നത് വർഗീയതയുടെ ഒരു പരീക്ഷണശാലയായിട്ട്, ലബോറട്ടറി ആയിട്ട് മാറി. കല്ലെടുക്ക പ്രഭാകർ ഭട്ടിനെ പോലെയുള്ള നേതാക്കൾ നടത്തിയ പ്രസംഗങ്ങൾ അവിടെ ഉണ്ടാക്കിയ മുറിവുകൾ ചെറുതല്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നോട്ട് വച്ച പ്രധാനപ്പെട്ട വാഗ്ദാനം എന്തായിരുന്നു? വിദ്വേഷത്തിൻ്റെ വിപണിയിൽ സ്നേഹത്തിൻ്റെ കട തുറക്കുമെന്നുള്ളതായിരുന്നു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആ മുദ്രാവാക്യം കർണാടകയിലെ ജനങ്ങൾ ഏറ്റെടുത്തതിൻ്റെ ഫലമാണ് അത്. ആ വാഗ്ദാനത്തിൻ്റെ പാലിക്കലാണ് ഈ ഒരു നിയമനിർമ്മാണം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു ഒരു ഭാഗത്ത്. സ്വാഭാവികമായിട്ടും ഈ നിയമം വെറുതെ പെട്ടെന്നുണ്ടായ ഒന്നല്ല. ഇന്ത്യയുടെ പരമോന്നതമായിട്ടുള്ള നീതിപീഠം പലതവണ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ വിദ്വേഷ പ്രസംഗത്തിൻ്റെ കാര്യത്തിൽ ശാസിച്ചിട്ടുണ്ട്. 2023 ഏപ്രിൽ 28 ജസ്റ്റിസ് KM ജോസഫ്, ജസ്റ്റിസ് BV നാഗരത്ന എന്നിവരടങ്ങിയിട്ടുള്ള ബെഞ്ച് നൽകിയ ചരിത്രപരമായൊരു ഉത്തരവുണ്ട്. ആ ഉത്തരവിലെ വരികൾ എന്താണ്? പരാതി ലഭിക്കാൻ കാത്തു നിൽക്കാതെ, പ്രസംഗകൻ്റെ മതം നോക്കാതെ സ്വമേധയാ കേസെടുക്കണം എന്നതായിരുന്നു ആ ഉത്തരവ്. എന്നാൽ നമ്മുടെ രാജ്യത്തെ അവസ്ഥ എന്താണ്? അധികാരത്തിൻ്റെ തണലിൽ നിൽക്കുന്നവർ എന്ത് വിഷം ചീറ്റിയാലും പോലീസ് നോക്കി നിൽക്കും. സാധാരണക്കാരൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ ഉടൻ ജയിലിലാകും. ഈ ഇരട്ടത്താപ്പിനുള്ള മറുപടിയാണ് കർണാടകയിലെ പുതിയ ബില്ല്. വിദ്വേഷ പ്രസംഗങ്ങളെ വെറും വാക്കുകളായിട്ട് കാണരുത്. വാക്കുകൾ എങ്ങനെ വംശഹത്യയിലേക്ക് നയിക്കുമെന്നതിൻ്റെ പച്ചയായിട്ടുള്ള ഉദാഹരണമാണ് നമ്മൾ മണിപ്പൂരിൽ കണ്ടത്. മാസങ്ങളോളം ആ പ്രദേശം കത്തിയെരിഞ്ഞു. അയൽക്കാരായിരുന്നവർ ശത്രുക്കളായിട്ട് മാറി. എന്തുകൊണ്ടായിരുന്നു അത്? രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി വിതയ്ക്കപ്പെട്ട വിദ്വേഷത്തിൻ്റെ വിത്തുകൾ അവിടെ കൊയ്തെടുത്തത് നൂറുകണക്കിന് മനുഷ്യജീവനുകളാണ്. സ്ത്രീകളെ നഗ്നരാക്കി തെരുവിലൂടെ നടത്തിയ ആ ദൃശ്യം ഇന്ത്യയുടെ മനസാക്ഷിയെ ഉലച്ചതാണ്. അവിടെയും തുടക്കം വിദ്വേഷ പ്രസംഗങ്ങളായിരുന്നു. ഗോത്രങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന നുണപ്രചാരണങ്ങളായിരുന്നു. കർണാടകയിലെ നിയമം പ്രസക്തമാകുന്നത് ഇവിടെയാണ്. മണിപ്പൂർ ആവർത്തിക്കാതിരിക്കാൻ ഇത്തരം നിയമങ്ങൾ അനിവാര്യമായിട്ട് വരുന്നു. നമ്മുടെ രാജ്യത്ത് നിയമം നടപ്പാക്കുന്നതിൽ ഇരട്ടത്താപ്പുണ്ട് എന്ന് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടു. പ്രമുഖരായിട്ടുള്ള നേതാക്കൾ പോലും വിദ്വേഷത്തിൻ്റെ വക്താക്കളാകുന്ന അവസ്ഥ വരുന്നു. അനുരാഗ് താക്കൂർ എന്താണ് പറഞ്ഞത്? ദേശ് കെ ഗദ്ദാരോം കോ ഗോലി മാരോ സാലോം കോ എന്നായിരുന്നു. രാജ്യദ്രോഹികളെ വെടിവെച്ചു കൊല്ലു എന്നാണ് ഈ കേന്ദ്രമന്ത്രി ആക്രോശിച്ചതെന്ന്. കപിൽ മിശ്ര പറഞ്ഞത് എന്താണ്? ഡൽഹി കലാപത്തിന് തൊട്ട് മുൻപ് പോലീസ് ഉദ്യോഗസ്ഥരെ സാക്ഷി നിർത്തി അദ്ദേഹം നടത്തിയ പ്രസംഗം നാം മറന്നിട്ടില്ല. നൂപുർ ശർമ്മ ഒരു ചാനൽ ചർച്ചയിൽ
അവർ നടത്തിയ പരാമർശം അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്ക് എത്രമാത്രം നാണക്കേടുണ്ടാക്കിയെന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി. ഒടുവിൽ സുപ്രീം കോടതിക്ക് തന്നെ ഇടപെടേണ്ടി വന്നു ആ വാക്കുകൾ രാജ്യത്തുടനീളം അശാന്തി പടർത്തിയെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ. ഇനി ധരം സൻസദുകൾ, ഹരിദ്വാറിലും മറ്റും നടന്ന സന്യാസി സംഗമങ്ങളിൽ ഒരു പ്രത്യേക വിഭാഗത്തെ വംശഹത്യ ചെയ്യാൻ പരസ്യമായിട്ടുള്ള ആഹ്വാനങ്ങൾ വരെയുണ്ടായി. ഇവരൊക്കെ ഇപ്പോഴും സുരക്ഷിതരായിട്ട് തുടരുന്നു, നിയമം ഇവർക്ക് മുന്നിൽ കണ്ണടയ്ക്കുന്നു. പക്ഷേ കർണാടകയിലെ ഈ പുതിയ നിയമം പറയുന്നത് പ്രസംഗകൻ എത്ര വലിയ കൊമ്പനായാലും ഏത് പാർട്ടിയിലായാലും 7 വർഷം ജയിലിൽ കിടക്കേണ്ടി വരും എന്നാണ്. കർണാടക നിയമസഭയിൽ ഈ ബില്ല് അവതരിപ്പിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പ്രതിപക്ഷ നേതാവ് ആർ അശോക് ബില്ല് കീറിയെറിയുകയായിരുന്നു. എന്തുകൊണ്ടാണ് അവർക്ക് ഇത്ര പേടി വരുന്നത്? പ്രതിപക്ഷത്തെയും മാധ്യമങ്ങളെയും നിശബ്ദമാക്കാനാണ് ഈ നിയമം എന്നാണ് BJPയുടെ വാദം. പക്ഷേ ഇവിടെ ഒരു ചോദ്യം ഉയരുന്നുണ്ട്. സമാധാനപരമായി വിമർശനം നടത്തുന്നവരാണോ ഈ നിയമത്തെ ഭയപ്പെടേണ്ടത്? അതോ മതത്തിൻ്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നവരാണോ? വിദ്വേഷം പ്രചരിപ്പിക്കുന്നത് തങ്ങളുടെ ജന്മാവകാശമാണ് എന്ന് ചിലർ കരുതിയാൽ അവരെ നിയമത്തിൻ്റെ വഴിക്ക് കൊണ്ടുവന്നേ തീരൂ എന്നുള്ളതാണ് ഇതിനുള്ള ഉത്തരമെന്ന് പറയും. ഇനി നമുക്ക് നമ്മുടെ കേരളത്തിലേക്ക് വരാം. നമ്മളെപ്പോഴും അവകാശപ്പെടാറുണ്ട് കേരളം മതേതരത്വത്തിൻ്റെ വിളനിലമാണ് എന്നും മറ്റുമൊക്കെ. അത് ശരിയുമാണ്. പക്ഷേ അടുത്ത കാലത്തായിട്ട് നമ്മുടെ സാമൂഹ്യ മാധ്യമ സ്ഥലങ്ങൾ പരിശോധിച്ചാൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും യൂട്യൂബ് ചാനലുകളിലൂടെയും ഒഴുകുന്ന വിഷം എത്രത്തോളമാണ് എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. പാലക്കാട് വാളയാറിൽ നടന്ന ആൾക്കൂട്ടാക്രമണവും കൊലപാതകവും ഒക്കെ നമ്മൾ കണ്ടതും നമ്മളെ ലജ്ജിപ്പിക്കേണ്ടതുമാണ്. വംശീയമായ അധിക്ഷേപങ്ങൾ ഇവിടെയും സാധാരണമായിക്കൊണ്ടിരിക്കുന്നു. വിദ്വേഷ പ്രസംഗം നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ കേരളത്തിലെ പോലീസ് പലപ്പോഴും മടിക്കുന്നു എന്നുള്ള ആക്ഷേപം ശക്തമായിട്ട് തുടരുകയാണ്. പലപ്പോഴും വോട്ട് ബാങ്ക് രാഷ്ട്രീയം അല്ലെങ്കിൽ തുല്യനീതി പാലിക്കാനുള്ള തത്രപ്പാട്, ഈ 2 കാരണങ്ങൾ മൂലം വർഗീയവാദികൾക്ക് ഇവിടെ വലിയ രീതിയിലുള്ള ഇളവുകൾ ലഭിക്കുന്നു. ആ ഇളവുകളുടെ ഇടങ്ങളിലൂടെ അവർ സുരക്ഷിതമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉയരുന്നത്, കർണാടക കാണിച്ചു തന്ന ഈ മാതൃക, വിദ്വേഷ പ്രസംഗത്തിനെതിരായിട്ടുള്ള ഈ മാതൃക കേരളം എങ്കിലും പിന്തുടരേണ്ടതല്ലേ, ഇതര സംസ്ഥാനങ്ങളും പിന്തുടരേണ്ടതല്ലേ എന്നുള്ള ചോദ്യമാണ്. വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെ കർക്കശമായിട്ടുള്ള ഒരു പ്രത്യേക നിയമം കേരളത്തിലും ഉണ്ടാവേണ്ടിയിരിക്കുന്നു എന്നുള്ള സൂചനയാണ് കർണാടകയിൽ നിന്ന് വന്നിരിക്കുന്ന ഈ ഒരു മുന്നേറ്റത്തിൻ്റെ ലക്ഷ്യമായിട്ട് നാം മനസ്സിലാക്കേണ്ടത്. അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമേ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നീതിപീഠം ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള വാക്കുകൾ നമ്മൾ കൃത്യമായിട്ടും ഓർത്തു വെക്കേണ്ടതുണ്ട്. വിദ്വേഷ പ്രസംഗം എന്ന് പറയുന്നത് ഒരു വിപത്താണ്, അത് ജനാധിപത്യത്തിൻ്റെ അടിത്തറ ഇളക്കുന്നു എന്നാണ് കോടതി പറഞ്ഞത്. TV ചാനലുകളിലെ അവതാരകരെക്കുറിച്ച് പറയുമ്പോൾ ആ അവതാരകരിൽ ചിലർ വിദ്വേഷം പടർത്തുന്നതിൽ വഹിക്കുന്ന പങ്കിനെ ജസ്റ്റിസ് KM ജോസഫ് രൂക്ഷമായിട്ടുള്ള വിമർശിച്ച കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. വാർത്താ അവതാരകർക്ക് ഉത്തരവാദിത്തമില്ല എങ്കിൽ അവരെ എയറിൽ നിന്ന് മാറ്റണം എന്ന് പോലും കോടതിക്ക് പറയേണ്ടി വന്നു. ഭരണകൂടങ്ങൾ ഇങ്ങനെ നിശബ്ദത പാലിക്കുമ്പോൾ കോടതികൾക്ക് ഇങ്ങനെ അലറേണ്ടി വരുന്നത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ പരാജയത്തിൻ്റെ സൂചനയായിട്ട് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്ന് വിദ്വേഷം പ്രചരിപ്പിക്കുന്നത് മൈക്കിലൂടെ മാത്രമല്ല, നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണുകളിലൂടെയുമാണ്. വാട്സപ്പ് സർവകലാശാലകൾ വഴി വ്യാജ വീഡിയോകളും എഡിറ്റ് ചെയ്ത പ്രസംഗങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. കർണാടകയിലെ ബില്ലിൽ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ എന്ന വാക്ക് പ്രത്യേകം ഉൾപ്പെടുത്തിയിട്ടുള്ളത് നാം ഓർത്തു വെക്കേണ്ടതുണ്ട്. അതായത് ഒരു വ്യാജ വാർത്ത പങ്കുവെക്കുന്നതിലൂടെ, ഷെയർ ചെയ്യുന്നതിലൂടെ കലാപത്തിന് വഴിമരുന്നിട്ടാൽ നിങ്ങളും നിയമത്തിന് മുന്നിൽ കുറ്റവാളിയാണ് എന്നുള്ളതാണ് അതിൻ്റെ വ്യംഗ്യം. വെറുപ്പ് എന്ന് പറയുന്നത് ഒരു പകർച്ചവ്യാധി പോലെയാണ്. അത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വേഗത്തിൽ പടരും. എന്നാൽ സ്നേഹവും സമാധാനവും സംരക്ഷിക്കാൻ ബോധപൂർവമായിട്ടുള്ള ഇടപെടലുകൾ വേണം. കർണാടക സർക്കാർ ചെയ്തത് ആ വലിയ രീതിയിലുള്ള ഇടപെടലാണ്. ഇത് കേവലം ഒരു നിയമമല്ല, മറിച്ച് രാജ്യത്തെ ജനാധിപത്യം സംരക്ഷിക്കാനുള്ളൊരു കവചമാണ്. നമ്മുടെ വരും തലമുറയ്ക്ക് സമാധാനമായിട്ട് ഇവിടെ ജീവിക്കണമെങ്കിൽ, തെരുവുകളിൽ ചോരപ്പുഴ ഒഴുകാതിരിക്കണമെങ്കിൽ വിദ്വേഷത്തിൻ്റെ നാവുകളെ നിയമം കൊണ്ട് കെട്ടിയിടുക തന്നെ വേണം. സിദ്ധരാമയ്യ സർക്കാരിൻ്റെ ഈ നീക്കം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്കും ഒരു വഴിവിളക്കാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. കർണാടകയിലെ ഈ നിയമം അതുകൊണ്ട് തന്നെ ഒരു തുടക്കം മാത്രമാകട്ടെ. വിദ്വേഷം കൊണ്ട് വോട്ട് നേടുന്ന രാഷ്ട്രീയം അവസാനിക്കണം. ഒരാൾ തൻ്റെ വിശ്വാസത്തെ സ്നേഹിക്കുന്നത് കുറ്റമല്ല, പക്ഷേ മറ്റൊരാളുടെ വിശ്വാസത്തെ വെറുക്കുന്നത് കുറ്റകരമാണ്. നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഫ്രറ്റേണിറ്റി അഥവാ സാഹോദര്യം വീണ്ടെടുക്കാനുള്ള പോരാട്ടമാണ് ഇത്. അതുകൊണ്ട് ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ നിയമത്തെ നിങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ടോ, അതോ BJP പറയുന്നത് പോലെ ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണോ? ഈ വിഷയങ്ങളിൽ വിദ്വേഷമില്ലാത്ത പ്രതികരണങ്ങൾ ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു. നന്ദി.